AIOU ആ ആ പാട്ടിനുള്ളിലും ചേച്ചിക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ ഓട്ടയില് സുധി അത് സുജാതയുടെ വോയിസാണ്. ആ പാട്ടിലെ എൻ്റെ കോൺട്രിബ്യൂഷനില്ല. അതുപോലെ തന്നെ വന്ദനത്തിൽ ആ ഓട്ടോറിക്ഷ, ഈ മനുഷ്യനെ കൊണ്ട് എന്തൊരു ശല്യം, അത് സുജാതയുടെ വോയിസാണ്, അത് എൻ്റെ വോയിസ് അല്ല. റെക്കോർഡിങ് സമയത്ത് അവർ ഓൾറെഡി എടുത്ത ഡയലോഗ്സ് ആണ്. അപ്പം അത് അതിൻ്റെ ആവശ്യമില്ല എന്ന് തോന്നിയതുകൊണ്ടാണ്. ചിത്രയുടെ സുജാതയുടെ ഒക്കെ ഏകദേശം എൻ്റെ വോയിസുമായിട്ട് ഇങ്ങനെ ഒരു ചെറിയ സാമ്യം ഇങ്ങനെ തോന്നുന്ന രീതിയിലായിരുന്നു. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മു നിന്റെ തുളസി അവരുടെ ചക്കി എന്ന് പറഞ്ഞ സിനിമയുണ്ട്. അതില് ഞാൻ ഉർവശിക്ക് ഡബ് ചെയ്യും. അപ്പൊ അതില് ഒരു ചിത്ര പാടിയ ഒരു പാട്ടുണ്ട്, കക്ക കക്ക കാവടി കക്കേ കള്ളക്കണ്ണ. അപ്പൊ ആ സിനിമ ചെന്നൈയിൽ പ്രിവ്യൂ ഇട്ടിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഷീലമ്മ അന്ന് എന്നോട് പറയായിരുന്നു, നിങ്ങളുടെ ശബ്ദവും പിന്നെ ചിത്രയുടെ പാട്ടും ഒരേപോലെ ഉണ്ട്. അപ്പോഴാണ് ഞാനിത്, ഓ അങ്ങനെയുണ്ടോ. അത് പിന്നീട് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കേൾക്കുമ്പോൾ ഈ വോയിസുള്ള ആള് തന്നെയാണ് ഈ പാടുന്നത് എന്ന് തോന്നും, അല്ലെങ്കിൽ ഈ പാട്ട് പാടുന്ന ആള് തന്നെയാണ് ഈ ഡയലോഗ് പറയുന്നത് എന്ന് തോന്നും. പരുമലച്ചെരുവിലെ ഭയങ്കര സിങ്കാണ്, അടുത്തടുത്ത് വരുന്നുണ്ട്. അല്ല ചേച്ചിയുടെ വോയിസ് ആണെന്ന് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ആദ്യത്തെ വരികളിലൊന്നും ചിത്ര ചേച്ചിയുടെ വോയിസ് ആണെന്ന് ഒരിക്കലും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അത്രയും നന്നായിട്ട് അത് സിങ്കാണ്. ഉർവശി ചേച്ചി തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും ആയത്. അതാണല്ലോ അതിന്റെ ഒരു ബ്ലെൻഡിങ്. ഏറ്റവും അധികം ഞാൻ ആസ്വദിക്കുന്നത് എപ്പോഴും ഉർവശിക്ക് ഡബ് ചെയ്തപ്പോൾ തന്നെയാട്ടോ. അത് ഡബ് ചെയ്യാതായതോടുകൂടി ആ ഒരു ആസ്വാദനം എനിക്ക് കുറെ നഷ്ടപ്പെട്ടു എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഇന്നും എൻ്റെ ആഗ്രഹം ഉർവശിക്ക് ഡബ് ചെയ്യണമെന്ന് തന്നെയാണ്. ഇപ്പോഴും ഞാനത് ആഗ്രഹിക്കുന്നുണ്ട്. അത്രമാത്രം ഞാൻ എപ്പോഴും പറയുന്ന മാതിരി നല്ലൊരു നടി ആയത് കൊണ്ട് തന്നെ.